എല്ലാവർക്കും നമസ്കാരം. കാർ ഇൻഫോ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊരു വാഹന ഉടമയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടതാണ്. ഏതൊരു പൗരനും ലഭിച്ചിട്ടുള്ള മെസ്സേജാണ് നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം, അപ്ഡേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണമെന്ന്. ഏകദേശം 10 വർഷം മുന്നേ 2014 കാലഘട്ടത്തിൽ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് പലർക്കും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല, സ്വന്തമായി മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നില്ല. ഉള്ളവർ തന്നെ എല്ലാ വിവരങ്ങളും ആധാർ കാർഡ് എൻറോൾമെൻറ്റ് നടത്തുന്ന സമയത്ത് നൽകിയിരുന്നില്ല. എന്നാൽ പിന്നീട് ആധാറിലെ പല വിവരങ്ങളും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സ്വന്തമായി സാധിക്കുന്ന അവസരമൊക്കെ വന്നപ്പോൾ വിലങ്ങുതടിയായി നിന്നത് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക. അതില്ലാത്തതുകൊണ്ട് അക്ഷയ സെൻറ്ററിലെ സൗകര്യത്തിനനുസരിച്ച് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നതാണ്. ഇപ്പോഴും നിങ്ങൾ മൊബൈൽ നമ്പർ നിങ്ങളുടെ ആധാർ കാർഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക. മറ്റൊന്നുമല്ല, മാർച്ച് മാസം മുതൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾ ഓൺലൈനിലേക്ക് പൂർണ്ണമായും മാറിയിട്ടുള്ളതെല്ലാം തന്നെ ആധാർ എനേബിൾഡ് ആക്കി മാറ്റുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ വാഹനത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, സേവനങ്ങൾ നിങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് വഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരത് നമ്മൾ ഓൺലൈൻ വഴി ചെയ്യുന്ന സമയത്ത് കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒപ്പിട്ട് നൽകുന്നതിന് പകരം ഓതറൈസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്ക് OTP വരും. ഈ OTP അടിച്ചു കൊടുത്താലാണ് ആ ഒരു ട്രാൻസാക്ഷൻ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ആധാർ ലിങ്ക് ചെയ്യാത്തവർ, മൊബൈൽ ലിങ്ക് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇതേപോലെ നിങ്ങളുടെ വാഹനവുമായി നിങ്ങളുടെ ആധാർ കണക്ട് ആയിട്ടുണ്ടോ എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതല്ലേ, നമ്മുടെ അടുത്തുള്ള അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് സെൻറ്ററുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ ലളിതമായ ഫോർമാലിറ്റീസിലൂടെ ഇത് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. മറ്റൊന്ന്, മോട്ടോർ വാഹന വകുപ്പിൻ്റെ സമീപമുള്ള അക്ഷയ സെൻറ്ററുകളിലും ഈ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താം. പലപ്പോഴും നെറ്റ്വർക്ക് കണക്ടിവിറ്റി അല്ലെങ്കിൽ സെർവർ ലഭിക്കുന്നില്ല എന്നുള്ള പോരായ്മകളൊക്കെ വരാം. ഇനി ഏകദേശം 10 ദിവസത്തോളം എടുക്കും നമ്മുടെ ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയിട്ട് അതിലേക്ക് കൺഫർമേഷൻ വരാനായിട്ട്. അപ്പോൾ തിരക്കില്ലെങ്കിലും, പുതിയ വാഹനം എടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ തിരക്കില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായും ഈ ഒരു പ്രൊസീജിയർ തീർത്ത് വെക്കുക. കാരണം നമുക്ക് ഒരു ചലാൻ അടയ്ക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാക്സ് അടയ്ക്കണം. ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് നമ്മൾ എന്തെങ്കിലും അപകടം ഉണ്ടായിട്ട് എന്തെങ്കിലും ഫോർമാലിറ്റീസിനായിട്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്തണം. ആ സമയത്ത് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് നമ്മുടെ സേവനം നീണ്ടുപോകാൻ ഇടയാവരുത്. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും നിങ്ങളുടെ ആധാർ നമ്പറിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇത് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഒട്ടുമിക്ക മേഖലകളിലും നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാറിലെ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ നമുക്ക് OTP വരുന്ന സമ്പ്രദായം തുടർന്ന് വരുന്നുണ്ട്. പണ്ട് കാലത്ത് നമ്മളൊരു അപേക്ഷ നൽകുന്ന സമയത്ത് അപേക്ഷയുടെ അടിയിൽ ഒപ്പിട്ട് നൽകണമായിരുന്നു. ഇപ്പോൾ അതിന് പകരം ആധാർ എനേബിൾഡ് OTP ആണ് ഈ ഓതറൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാ മേഖലകളിലും ഇപ്പോൾ ഈ ഒരു ആധാർ മൊബൈൽ OTP നിർബന്ധമാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇത് അറിയാനായിട്ട് വളരെ ലളിതമായ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ അടിയിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ വന്നിട്ടുണ്ടോ, ആ മൊബൈൽ നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പലരും ഒരുപക്ഷെ ഒരു 20-22 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ രക്ഷിതാക്കളുടെ മൊബൈൽ നമ്പർ ആവും കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്കത് ഓൺലൈനായിട്ട് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പഴയ മൊബൈലിൽ OTP വരുമ്പോൾ അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പറൊക്കെ നൽകി നമുക്ക് മാറ്റങ്ങൾ സ്വയം ചെയ്യാൻ പരീക്ഷണം നടത്താവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ ഇപ്പോഴും വർക്കിംഗ് അല്ലേ, റീചാർജ് ചെയ്ത് ഇൻകമിംഗ് മെസ്സേജ് വരുന്ന സിം തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതെല്ലാവർക്കും നന്ദി.